ഇറാൻ എന്ന രാജ്യത്തെ ട്രംപോ നെത്തന്യാഹോ പിടിച്ചാൽ കിട്ടാത്ത രീതിയിലാണ് ഇപ്പോൾ സംഭവിക്കുന്ന സംഭവ വികാസങ്ങൾ. അവർക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്തു. ആദ്യമായിട്ട് ജനങ്ങളെ പുറത്തേക്ക് ഇറക്കി വിട്ട് ആവുന്നത്ര പ്രതിഷേധം അത് ആ ജനങ്ങളെ അടിച്ചൊതുക്കി. ഏകദേശം ഒരു 50,000 ഇറാനികൾ അവിടെ പ്രതിഷേധത്തിന് വന്നവരെ കൊന്നൊടുക്കി, കെട്ടിത്തൂക്കി. അതായത് അതൊരു സൂചന നൽകുന്നതിന് വേണ്ടി ഞാനും പ്രതിഷേധത്തിന് ഇങ്ങോട്ട് ഇറങ്ങണ്ട, കൊന്നിരിക്കും, ജനം പേടിക്കും. അപ്പം അത് അവിടെ തീർന്നു. ജനപ്രക്ഷോഭം വന്നാൽ, അതായത് സാധാരണ രീതിയിൽ ഒരു ജനാധിപത്യ രാജ്യമാണെങ്കിലോ അതല്ലെങ്കിൽ ഈവൻ ഒരു പട്ടാള ഭരണമാണെങ്കിൽ കൂടി കൊന്നൊടുക്കുന്ന ജനങ്ങൾക്ക് ഒരു പരിധിയുണ്ട്. അതായത് ഇപ്പം നമ്മൾ മുല്ലപ്പൂ വിപ്ലവം പോലുള്ള സംഭവങ്ങൾ, മുഅമ്മർ ഗദ്ദാഫി, ടുണീഷ്യ, ഈജിപ്തിൽ ഒക്കെ സംഭവിച്ചത്, ജനങ്ങളെ കൊന്നൊടുക്കുക. അതായത് ഒരു 10 ആളെ കൊന്നു, 50 ആളെ കൊന്നു, 100 ആളെ കൊന്നു. അതൊക്കെ വിട്ട് ഒരു പരിധിയില്ലാതെ പോകുന്നതിനൊരു ഇതുണ്ട്. പക്ഷെ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഭരണകൂടം ആ ഒരു ഖമേനി എന്ന ആത്മീയ നേതാവിൽ ഉപരിയായിട്ട് ഒരു വലിയൊരു പ്രസ്ഥാനമായിരുന്നു. അതിന് മതത്തിൻ്റെ പിന്തുണയുണ്ടായിരുന്നു. അപ്പോൾ അവർ ഒരു 50,000 ആൾക്കാരെ കൊന്നു അവരുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി എന്ന് പറഞ്ഞാൽ കൂടി. കാരണം ആദ്യമായിട്ട് നെത്തന്യാഹുവും ട്രംപും ചെയ്തത് ആയുധം, ടൂൾസ് എടുക്കാമെന്ന് പറയുന്ന മാതിരി, ടൂൾസ് എടുക്കുന്നതിന് മുമ്പ് ജനപ്രക്ഷോഭം മൊസാദ് വഴി ചെയ്തതാണ്. അതിൽ ആ ഒരു അഗ്നി പരീക്ഷയിൽ ഇറാൻ വിജയിച്ചു. കാരണം കെട്ടിത്തൂക്കി കൊന്നു. ജഡ്ജി നിന്നിട്ട് പറഞ്ഞു അവനെ കെട്ടിത്തൂക്കി കൊന്നു, ഇവനെ കെട്ടിത്തൂക്കി കൊന്നു. കൊല്ലാണ് അങ്ങോട്ട്. സർക്കാർ പ്രതിഷേധത്തിന് റോട്ടിലിറങ്ങിയ കൊല്ലാണ്. പേടിച്ച് ഇനി ഒരാളും അവിടെ പ്രതിഷേധത്തിന് ഇറങ്ങില്ല. ഇറാനിൽ ഒരു മനുഷ്യനും പ്രതിഷേധത്തിന് ഇറങ്ങില്ല. അടുത്ത സ്റ്റെപ്പ്, മോളിൽ നിന്ന് വന്ന് ബോംബ് ചെയ്തു. എയർ ഡോമിനൻസ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും F-15, F-15ഉം F-33ഉം പിന്നെ B-2 ബോംബറും വലിയ GB-72, GB-57 ഒക്കെ വർഷിച്ചു. അവിടെയും ഒരു പരിധിയുണ്ട്. കാരണം മുകളിൽ നിന്ന് എത്ര നിങ്ങൾ ബോംബിട്ട് തകർക്കും. അടുത്ത കളിയാണ് ഇറാൻ കാത്തിരിക്കുന്ന കളി. അവർ പറഞ്ഞു, നമ്മൾ ശ്രീനിവാസൻ ഒരു സിനിമയിൽ പറയുന്ന 9 മണിയും തല്ലിക്കൊന്തോറും നിങ്ങൾ മുകളിൽ നിന്ന് 9 മണിയും പൊട്ടിച്ചോ. അവർക്ക് എയർഫോഴ്സ് ഇല്ല, നേവി ഇല്ല. പക്ഷേ ഹോർമുസ് കടലൊടുക്ക് അവരുടെ കയ്യിലുണ്ട്. അതിൽ ഒരു കപ്പൽ കടന്നു പോവില്ല അവരുടെ അനുവാദം ഇല്ലാണ്ട്. മൈന് വെച്ച് തകർക്കും അവർ. 5 കപ്പൽ മുക്കിയാൽ മതി, 2 കപ്പൽ മുക്കിയാൽ മതി. ഒരു ദിനയിൽ ഒരു കപ്പൽ ക്യാപ്റ്റനും അതിലെ വഞ്ചിയും കൊണ്ട് പോവില്ല. വഞ്ചി മുങ്ങുന്ന അറിഞ്ഞാൽ ഒരുത്തിനും പോവില്ല, മൈൻ വെച്ച് പൊട്ടിക്കും. അവിടെയും അവരുടെ ശക്തി എന്ന് പറയുന്നത് 1 ഹോർമൂസും 2 കരയ്ക്കിറങ്ങൂ. അതായത് അമേരിക്കയോടും നെത്തന്യാഹുവിനോടും പറയാണ് കരയ്ക്കിറങ്ങി കാണിക്കൂ, മണ്ണിലിറങ്ങി. അവിടെയാണ് ട്രംപ് പെട്ടത്. അമേരിക്ക ഇപ്പോഴും സൈനിക സന്നാഹം അവിടെ നടക്കുന്നുണ്ട്. ഒരു 50,000 പട്ടാളക്കാർ അവിടെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അപ്പുറത്തായിട്ട് 3 കപ്പലുകൾ, വിമാനവാഹിനി കപ്പലുകൾ. ജോർജ് ഡബ്ല്യു ബുഷ് ഇന്നലെ അവിടെ വന്നിട്ടുണ്ട്. ജെറാൾഡ് ഫോർഡ് കുറച്ച് നാളായിട്ടുണ്ട്. ആദ്യമായിട്ട് അബ്രഹാം ലിങ്കൻ. അതിൻ്റെ കൂടെയുള്ള അവരുടെ സാറ്റലൈറ്റ് കപ്പലുകളും ഒട്ടനവധി ഉണ്ട് കേട്ടോ. ഇത് വിമാനവാഹിനി 300ഓളം വിമാനങ്ങളുമായിട്ട് ബോംബ് വർഷിക്കാവുന്ന രീതിയിൽ. പക്ഷെ കരയിലിറങ്ങി കാണിക്കൂ. അതാണ് ട്രംപിനെ പിടിച്ചു കുലുക്കുന്നത്. അതാണ് 2ാം ചർച്ച, 3ാം ചർച്ച, പാകിസ്ഥാൻ ചർച്ച. അതിനുവേണ്ടി അസീം മുനീർ എന്ന ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത്, അത് വ്യക്തിബന്ധമാണ്. അതല്ലാതെ അദ്ദേഹത്തിനോട് പറഞ്ഞു ഗതി കെട്ടു അസീമെ എന്ന് പറഞ്ഞ് കാണണം. അസീം മുനീറെ ഗതി കെട്ട് എന്നെ ഒന്ന് രക്ഷിച്ചെടുക്കണം എന്ന. കാരണം ഇദ്ദേഹത്തിന് ഇതിലും എളുപ്പമായിട്ട് ചെയ്യായിരുന്നു. ഇദ്ദേഹത്തിന് പറ്റിയതെന്ന് വെച്ചാൽ ഒരു യുദ്ധത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് നാറ്റോയായിട്ട് ചർച്ച ചെയ്തില്ല. അറബ് രാജ്യത്തിൽ ആകെ കേട്ടത് സൗദിയിലെ രാജാവ് പറഞ്ഞ അടിച്ചോളാൻ പറഞ്ഞു, നെഹിയാനും പറഞ്ഞു. അവർ പെടും ചെയ്തു. സൗദി രാജാവിനൊന്നും പറ്റില്ല, കോട്ടൊന്നും പറ്റില്ല. കാരണം അത്ര വലിയ ഭൂപ്രദേശവും ആള് നാളെ നിലനിന്ന് പോവും. അവരിൽ പണമുണ്ട്. UAE ആണെങ്കിൽ ഇപ്പം തീരാണെങ്കിൽ ഇത് പോവും. പക്ഷെ ഒരു നീണ്ട യുദ്ധത്തിലേക്ക് പോയാൽ അറബ് രാജ്യങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും. മലയാളികളടക്കം അറബ് രാജ്യങ്ങൾ വലിയ വില. അങ്ങനെ ഒരു ഇത് കഴിഞ്ഞ 40 കൊല്ലം 50 കൊല്ലം ഉള്ളവരുടെ സംസ്കാരം എന്ന് പറയുന്നത് ആ ഒരു സാമ്പത്തിക ആ ഒരു ചുറ്റുപാട്, അത് അത്ര വലിയൊരു ഇതല്ല. അതങ്ങോട്ട് ഇല്ലാതാവുന്ന സ്ഥിതിയിൽ വരുന്ന ഇതിലേക്കാണ് പോകുന്നത്. കാരണം ഇനിയിപ്പോൾ ട്രംപിന് ഇവിടുന്ന് തലൂരാൻ പറ്റില്ല. അവരോ അമ്പിനും വില്ലിനും നടക്കുന്നില്ല.
ഇറാൻ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. കാരണം അവർ പറഞ്ഞു നിങ്ങൾ ചെയ്യാനുള്ളത് ചെയ്തു, ഇനി അടുത്തത് ഗ്രൗണ്ടിൽ ബൂട്ട്സ് ഓൺ ഗ്രൗണ്ട് ഇറക്ക്, അതിനുള്ള ധൈര്യം കാണിക്കുമോ. ട്രംപ് ചെയ്ത തെറ്റ് എന്ന് പറയുന്നത് യുദ്ധത്തിന് ഇറങ്ങും മുമ്പ് നാറ്റോ ആയിട്ട് കൂടിയാലോചിച്ചില്ല, 2 അറബ് രാജ്യങ്ങളിലെ എല്ലാവരെയും കണക്കിലെടുത്തില്ല. ഇവർ 2 കൂട്ടരുണ്ടെങ്കിൽ ഒരു പരിധി വരെ ട്രംപിന് അവിടെ ജയിച്ചു പോരായിരുന്നു. ട്രംപിന് ജയിച്ചു പോരാം. ചൈനയോ റഷ്യ എന്തെങ്കിലും ഉണ്ടാക്കുന്ന ഇതുകളൊന്നും റഷ്യയുടെ കൈ കെട്ടിക്കെടുക്കുക, സുഖമായിട്ട് ജയിച്ചു പോരായിരുന്നു. ട്രംപ് എടുത്ത് ചാടിയോ എന്ന് ചിന്തിക്കേണ്ട അവസരമാണ്. അപ്പോൾ ഇറാൻ ഇന്ന് ഒരു കീറാമുട്ടിയാണ്. ഇനി അവിടെ അവർ ജയിച്ചിരിക്കുകയാണ്. ജയിക്കുക എന്ന് പറഞ്ഞാൽ ട്രംപ് ഗ്രൗണ്ടിലേക്ക് ഇറക്കിയാൽ പട്ടാളത്തിന് നഷ്ടം വരും. അമേരിക്കൻ മിലിറ്ററിയിലെ മനുഷ്യക്കുരുതി നല്ല നഷ്ടം വരും. ഇത് ഇറാഖോ അഫ്ഗാനിസ്ഥാനോ അല്ല, അതല്ലെങ്കിൽ സിറിയോ വെനിസുലയോ അല്ല. അവിടെ വ്യക്തമായിട്ട് പട്ടാളം നേരിടേണ്ടി വരും. മുമ്പ് വിയറ്റ്നാമിൽ നാശനഷ്ടം, അതല്ലെങ്കിൽ അതൊക്കെ നാശനഷ്ടം ഉണ്ടായി. ഞാൻ പറയുന്നത് അതുപോലെ അതിലും അതിഭീകരമായിരിക്കും ഇറാൻ്റെ ഉള്ളിലേക്ക് അമേരിക്കൻ പട്ടാളം ഇറങ്ങിയാൽ, അവരുടെ ബൂട്ട്സ് ഇറങ്ങിയാൽ അതിഭീകരമായിട്ടുള്ളൊരു സ്ഥിതിയായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത്. അതിന് ട്രംപ് തയ്യാറാകേണ്ടി വരും എന്നുള്ളതിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. കാരണം ഇറാനോട് പറയാവുന്ന സംസാരം അവിടെ ഭിന്നിപ്പുണ്ടാക്കി. പക്ഷെ ആ ഭിന്നിപ്പിനെ അതും പോലും ഇറാൻ മുൻകൂട്ടി കണ്ടിരുന്നു. ഈ ഭിന്നിപ്പ്, അതായത് അവരുടെ മുൻനിര ഖമേനി തൊട്ടുള്ള അലാരി ജാനി തൊട്ട് പട്ടാള ആ ഒരു നേതൃത്വത്തെ തകർത്തു, പിടിച്ചു നിൽക്കും എന്നാണ്. കാരണം അവർ അത്ര സംഘടിതമായിട്ട് ജനറൽമാരുടെ അണ്ടറിൽ സ്ട്രോങ് ആണ്. ഇനി ട്രംപ് എന്ത് ചെയ്യും എന്നുള്ളതാണ് ലോകം കാത്തുന്നത്. ഗതികെട്ട സ്ഥിതിയാണ്. കാരണം നമ്മൾ പറയില്ലേ, ഒരു മുറിക്കുള്ളിൽ 10 ആൾക്കാർ കൂടി നിന്നാൽ അതിൽ ഏറ്റവും ഒച്ചയുണ്ടാക്കുന്ന ആളാണ് ഏറ്റവും ഭീരുവായിരിക്കുക. ഏറ്റവും ഒച്ചയുണ്ടാക്കുന്നവനാണ് ട്രംപാണ്. അവർ തീർന്നു പറയുന്നത്. ഇറാനൊന്നും മിണ്ടുന്നില്ല. കാരണം ഇറാൻ പറയുന്നത് അതിൻ്റെ ഉള്ളിലെ രാഷ്ട്രീയ നേതൃത്വത്തിന് ഇത് അവസാനിപ്പിക്കണമെന്നുണ്ട്. പട്ടാളം IRGC ഒരു കെട്ടയ്ക്ക് അമ്പിനും വില്ലിനും അടുക്കില്ല അവർ. അത് പറഞ്ഞ് പട്ടാളം ഇറങ്ങട്ടെ, അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും. യൂറോപ്പ് ഒരു യുദ്ധത്തിന് പോണെങ്കിൽ 100 പട്ടാളക്കാരെ പേരിനിട്ട് കൊടുക്കുക എന്നല്ലാണ്ട് അവർ സഹായിക്കാൻ പോകുന്നില്ല. അപ്പം ഇതാണ് ഇന്ന് അമേരിക്കയുടെ സ്ഥിതി. ട്രംപ് ഒറ്റപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഒറ്റപ്പെട്ട ട്രംപ് എന്ത് ചെയ്യും അതും നമ്മൾ കണക്കിലെടുക്കണം. നമ്മൾ ഒരു ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ കണക്കിലെടുക്കണം. ഒറ്റപ്പെട്ട ട്രംപ് എവിടെ വരെ എത്തും. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനോടൊരു മാധ്യമപ്രവർത്തക ചോദിച്ചു, ന്യൂക്ലിയർ ബോംബ് ഉപയോഗിക്കും. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഉപയോഗിക്കുകയില്ലേ, ന്യൂക്ലിയർ ബോംബ് ഉപയോഗിക്കുന്നതിനെ പറ്റി പറയേ പോലും വേണ്ട എന്നുള്ളൊരു ഇതാണ് അദ്ദേഹം നടത്തിയത്. പക്ഷേ എന്തോ ഒരു സസ്പെൻസ് ട്രംപ് കരുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം അത് ചെയ്യുമോ എന്നുള്ളത് ആ സസ്പെൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ന്യൂക്ലിയർ ബോംബ് ഉപയോഗിക്കാനായിട്ട് അദ്ദേഹം തുനിയായിരിക്കില്ല. കാരണം അത്രയും ഭീകരമായിട്ടുള്ളൊരു ഇതാണ്. പക്ഷേ ട്രംപല്ല, ജനറൽമാരും മിലിറ്ററി ജനറൽമാരും സെൻറ്റ്കോം കമാൻഡേഴ്സും ബ്രാഡ് കൂപ്പർ എന്ന് പറഞ്ഞ കമാൻഡറും അവർ ശാസ്ത്രീയമായി പഠിച്ചൊരു തീരുമാനം എടുക്കേണ്ടി വരും. പക്ഷെ ഇറാൻ ഒരു കീറാമുട്ടിയായിട്ട് തുടരുന്നു എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം.